മോളെ അമ്മാവൻ ഉറക്കത്തിലായിരുന്നോ? ഞാനൊന്ന് മയങ്ങിപ്പോയി. നീ കിടന്നില്ലായിരുന്നോ? ഇല്ല. അമ്മാവൻ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല രഘു, മയങ്ങിയപ്പോ ഒരു ദുസ്വപ്നം കണ്ടു. ഞാൻ നേരത്തെ വന്നപ്പോ മഞ്ചാടി മോളെ വിളിച്ചിരുന്നു. അവള് ഫോൺ വീട്ടിൽ വെച്ചിട്ടാ പോയതെന്ന് അനു എന്നെ വിളിച്ചു പറഞ്ഞു. മഞ്ചാടി ഇതുവരെ പിന്നെ വിളിച്ചില്ല. ഞാനും അതൊക്കെ ആലോചിച്ച് കിടന്നുകൊണ്ടാവും ഈ വേണ്ടാത്ത സ്വപ്നമൊക്കെ കണ്ടത്. നീ എന്തിനാ വന്നത്? അത് അമ്മാവ, അത് പിന്നെ മഞ്ചാടി തിരിച്ചു വിളിക്കാതിരുന്ന വേറൊന്നും കൊണ്ടല്ല. അവൾക്ക് കോളേജിൽ നിന്ന് വന്നപ്പോ ചെറിയൊരു പനി പോലെ. അല്ല, അനൂപ്പ വിളിച്ചിരുന്നു. ആ, പനിയോ? എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് രഘു മോൾക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അമ്മാവ. ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് രാവിലെ അവിടെ നിന്ന് പോയാലോ അമ്മാവ? ശരി, നമുക്ക് പോവാം. വെറുതെ അല്ല മോളുടെ കാര്യത്തിൽ മനസ്സിലൊരു ആദ്യം തോന്നിയത്. നാളെ തന്നെ പോയി മോളെ കാണണം രഘു. തറവാട്ടി പോകുന്നതൊക്കെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ശരി. എന്നാ അമ്മാവൻ കിടന്നോളൂ, വേറൊന്നും ആലോചിക്കണ്ട. നാളെ മഞ്ചാടി കാണുമ്പോൾ എല്ലാ വിഷമം മാറിക്കോളൂ. ശരി, നീ പോയി കിടന്നു. അച്ഛൻ എല്ലാ കാര്യത്തിലും ദൈവം ഒരു സൂചന നൽകും. അതാ ഒന്ന് മയങ്ങിയപ്പോഴേക്കും മഞ്ചാടിയെ കുറിച്ചൊരു ദുസ്വപ്നം കണ്ടേ. സ്വപ്നം എന്തായിരുന്നു എന്ന് രഘുവേട്ടൻ ചോദിച്ചില്ലേ? മഞ്ചാടിയെ കുറിച്ച് ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചോദിക്കാനാ? അവൾക്ക് പനിയാണെന്ന് അമ്മാവന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ. ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പാവം അച്ഛൻ. മഞ്ചാടി കയറ് പൊട്ടിച്ചു പോയിട്ടും മോൾക്ക് സ്വർഗതുല്യമായ ഒരു ജീവിതം സ്വപ്നം കാണുക. ശരിക്കും പറഞ്ഞ അച്ഛനെ അവളെക്കാൾ കൂടുതൽ കബളിപ്പിക്കുന്നത് നമ്മളാ. അവളച്ഛന് താൻ പോകുന്നു എന്ന് പറഞ്ഞ് എഴുത്തെഴുതി വെച്ചിട്ടാ പോയത്. നമ്മളോ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയിക്കാതെ അദ്ദേഹത്തെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നു. നീ തന്നെ ഇത് പറയണം അമ്പിളി. ഇന്നലെ രാത്രി എല്ലാം അമ്മാവനെ അറിയിക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നത്. അപ്പൊ നീയല്ലേ അമ്പലത്തിൽ ചടങ്ങ് കഴിയാതെ അമ്മാവനൊന്നും അറിയിക്കില്ലെന്ന് പറഞ്ഞേ? അമ്പലത്തിലെ കാര്യം മുടക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ രഘുവേട്ടാ. ഇപ്പോഴെങ്കിലും അച്ഛനൊരു സൂചന കൊടുക്കായിരുന്നു. അതിനായിട്ട് അച്ഛനെ നാളെ അങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അമ്മാവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നതേ മെയിനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാ.
ഒരിക്കൽ തന്റെ മകളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ച ജീവൻ രാജ് വീണ്ടും തന്റെ മകളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്ന് അച്ഛൻ തന്നെ ചെന്ന് പരാതി കൊടുത്താലേ പോലീസ് അത് സീരിയസ് ആയിട്ട് അന്വേഷിക്കുള്ളൂ. പക്ഷേ മഞ്ചാടി അവൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയാൻ പറ്റൂ രഘുവേട്ട. അവള് അവന്റെ കൂടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി അങ്ങ് പോയതല്ലേ. ചിലപ്പോ അവൻ അതിനുള്ള ധൈര്യം കൊടുത്തത് പോലും അവളായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അമ്പിളി. നമ്മുടെ മഞ്ചാടി നമുക്ക് തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമമാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ ഇനി അവള് തിരിച്ചു കിട്ടിയാൽ തന്നെ അത് പഴയ മഞ്ചാടി ആയിരിക്കുമെന്ന് രഘുവേട്ടന് തോന്നുന്നുണ്ടോ? ഇന്ന് അമ്പലത്തിൽ വെച്ച് പേരിനെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞു. ഇന്ന് രാത്രി അവർ ഒരുമിച്ച് കഴിയുകയും ചെയ്യും. പിന്നെ അവളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ട് എന്തിനാ രഘുവേട്ട? ഇനി രണ്ടാളും കൂടി എങ്ങോട്ടെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്? ഇല്ലമ്പിളി, നമ്മുടെ മഞ്ചാടിയെ തെണ്ടിച്ചെറുക്കനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത ഔദാര്യത്തിലാ അവനൊരു വലിയ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതുപോലും. എന്നിട്ട് അതേ നമുക്ക് തന്നെ അവൻ ഇങ്ങനൊരു പണി തരാന്ന് പറഞ്ഞാൽ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അമ്പിളി. അവനങ്ങനെ നമ്മളെക്കാളും വലിയവനാവണ്ട. നീ ലൈറ്റ് അണച്ചിട്ട് കിടക്കാൻ നോക്കാം അമ്പിളി. നാളെ എന്തായാലും അമ്മാവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ കാര്യമുള്ളൂ. നമ്മൾ തമ്മിൽ ഒരുമിക്കുന്നതിന് എന്റെ വീട്ടുകാർ ഇത്രമാത്രം എതിർക്കാൻ എന്തായിരിക്കും ജീവ കാരണം? അത് സിമ്പിളല്ലേ. ഞാനൊരിക്കലും നിന്നെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് അവർക്കറിയാം. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഒരു തെറ്റൊക്കെ ആർക്കും സംഭവിക്കാലോ. അറിയാതെ പറ്റിപ്പോയ തെറ്റിൽ ജീവൻ പശ്ചാത്തപിക്കുകയും പുതിയൊരാളായി മാറുകയും ചെയ്തില്ലേ? അതെന്താരും മനസ്സിലാക്കാത്തത്? എനിക്ക് പുതിയൊരു ലൈഫ് കിട്ടിയത് അവരോട് നല്ല മനസ്സുകൊണ്ടല്ലേ മഞ്ചാടി. ഇപ്പം അവർ ചിന്തിക്കുന്നത് ഞാൻ അവരെയും കൂടി ചതിച്ചെന്നായിരിക്കും. മഞ്ചാടിയുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ കേസിൽ നിന്ന് രക്ഷിച്ച നിമിഷത്തെ അവർ സ്വയം ശപിക്കുന്നുണ്ടാവും. ഞാൻ ജീവനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എനിക്ക് ജീവനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? സ്നേഹമുള്ള ഒരാളെ നന്മയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ശേഷം ഞാൻ അയാളെ വിട്ടുകളയണമെന്നാണോ അവർ ആഗ്രഹിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് ഒരുമിക്കാൻ തീരുമാനിച്ചാണ് മഞ്ചാടി എല്ലാവരെയും പീഡിപ്പിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി സമയമെടുത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരു നിലനിൽപ്പ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഒന്നാവാൻ തീരുമാനിച്ചതെങ്കിൽ ആരും അതിനെ എതിർക്കില്ലായിരുന്നു. കാത്തിരിക്കാൻ സമയം തരാതിരുന്നത് അവര് തന്നെയല്ലേ? അച്ഛൻ എന്നെ സിംഗപ്പൂരിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചു തന്നെയാ ജീവൻ. അങ്ങനെ ഒരാളെ ഒരാളിൽ നിന്ന് എന്നേക്കുമായി അകറ്റുവാൻ ആർക്കും കഴിയില്ല മഞ്ചാടി. എത്ര വർഷം കഴിഞ്ഞ് ഒരുമിക്കുന്ന തീരുമാനം നമ്മളെടുത്താൽ അത്രയും കാലം കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായാൽ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇല്ല, ഞാൻ സിംഗപ്പൂരിലേക്ക് പോയിരുന്നെങ്കിൽ ജീവനെ അവരെല്ലാരും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് എന്നിൽ നിന്ന് അകറ്റുമായിരുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കിയ എന്റെ കടപ്പാട് അവരോടുള്ളതുകൊണ്ട് ജീവൻ അതിന് സമ്മതിക്കേണ്ടി വരും. നമ്മൾ തമ്മിൽ ഒരിക്കൽ കൂടി കണ്ടുമുട്ടാതെ പോയാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ നേരിൽ കണ്ട് ഇതുപോലെ സംസാരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുമായിരുന്നു. നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങളൊന്നും ഇപ്പം നിനക്ക് മനസ്സിലാവുന്നില്ല മഞ്ചാടി. ഫാമിലി സപ്പോർട്ടില്ലാതെ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് നിലനിന്ന് പോകാൻ തന്നെ വലിയ പ്രയാസമാണ് മഞ്ചാടി. സ്നേഹിച്ചു വളർത്തിയവരെ വേദനിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ കുറ്റബോധ ഒരു ഭാഗത്ത്.
അടിത്തറയില്ലാതെ കാലിടറി വീണു പോകുമോ എന്നൊരു ഭയം മറുഭാഗത്ത്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ബാധ്യതയും അറിയാതെ ജീവിച്ചവരാണ് നമ്മൾ. ഇനി മുതൽ നമ്മൾ രണ്ടുപേർക്കൊരു ബാധ്യതയായി മാറാൻ പോവുകയാണ്. പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമ്മളെന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ടി വരും മഞ്ചാടി. ഇങ്ങനെയൊന്നും ജീവൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചത് ജീവന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്ന ജീവൻ എന്നെ വാശിയോടെ സംരക്ഷിക്കുന്ന. വാശി സ്നേഹം മാത്രം പോരല്ല മഞ്ചാടി, സാമ്പത്തികം കൂടി വേണ്ടേ? നിന്നോട് പലപ്പോഴും ഇതൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചതാ. അപ്പോഴൊക്കെ ഞാൻ നിന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു തോന്നലായിരുന്നു നിനക്ക്. അതെ, ജീവൻ എന്നെ നിന്ന് അകന്നു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെന്റെ ശ്വാസം നൽകുന്നതിന് തുല്യം തന്നെയാ. ഏതായാലും ഇത്രയൊക്കെയായി. ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റുമെന്ന് ചിന്തിക്കേ. മരണത്തിലല്ലാതെ നമ്മളിനി പിരിയില്ലെന്ന് മനസ്സുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുത്താൽ തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ വീടുകളിലേക്ക് മടങ്ങാം. ഇപ്പോഴും അതിന് അവസരം നമുക്കുണ്ട്. 2 വർഷം കൂടി പഠിച്ച് കോഴ്സൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും നല്ലൊരു ജോലി സമ്പാദിച്ചാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ചിലപ്പോൾ ഇന്ന് നമ്മളെ എതിർക്കുന്നവർ പോലും നാളെ നമ്മളെ ഒരുമിപ്പിക്കാൻ കൂടെ നിൽക്കും. ഇല്ല ജീവൻ, എനിക്ക് എന്റെ ബന്ധുക്കളെ ആരെയും വിശ്വാസമില്ല. ഞാൻ ജീവനോട് വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ അമ്പലത്തിൽ പോയി മാല ചാർത്തി വിവാഹിതരായവരല്ലേ? ജീവൻ നാളെ എന്നെയും കൊണ്ട് ജീവന്റെ വീട്ടിലേക്ക് പോണം. ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ധൈര്യം ജീവൻ കാണിച്ച ബാക്കിയുള്ള പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടാം. എന്റെ വീട്ടുകാരുടെ എതിർപ്പിന് പോലും പിന്നൊരു പ്രസക്തി ഉണ്ടാവില്ല. എന്തു പറയുന്നു? നീ തയ്യാറാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ശരി, വാ പോവാം. ഇന്ദിര, ആ അതെ ഇന്ദിര, അന്ന് ബാറിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ. ഇന്ദുവിന്റെ വിഷമം കണ്ടിട്ടാ ഞാൻ അന്നല്പം ചൂടായത്. നീ അത് വിട്ടേക്ക് ഇന്ദിര. ആ ഞാനും അന്ന് ചില മാനസിക പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോഴാ നിന്നോട് ഉറക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്കും തോന്നിയത്. ആ ഇന്ദിര, പിന്നെ ഞാനൊരു കാര്യം കേട്ടു. ഷോപ്പിൽ ഓർഡർ എടുക്കാൻ വരുന്ന മില്ലുകാർ പറഞ്ഞതാ ഇന്ദിര ബിസിനസ് നിർത്താൻ പോവാണോ? അത് വിഷുവിന് ശേഷം ഞാൻ പുതിയ ഓർഡറൊന്നും കൊടുക്കാത്തതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞതാവും. ചെറിയൊരു പ്രശ്നമുണ്ട് ഗോകുൽ. എന്തു പ്രശ്നം? സാമ്പത്തികമാണോ? അല്ല, ആ ഷോപ്പ് അനുപമയുടെ പേരിലാണെന്ന് ഗൂഗിളിന് അറിയാമല്ലോ. ആ, ഒരിക്കൽ ഫിനാൻസ് കമ്പനിയിലെ ഷോപ്പ് പണയപ്പെടുത്തിയപ്പോൾ അനുപമ വന്ന് സൈൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം അനുപമ ആ ഷോപ്പ് അവൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചോ? ഞാനല്ല, അവളങ്ങനെ തീരുമാനിച്ചു. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മഞ്ചാടി ജീവൻ രാജിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യം ഇന്ദ്രൻ അറിഞ്ഞില്ലായിരുന്നോ? മഞ്ചാടി ജീവൻ രാജിന്റെ കൂടെ ഒളിച്ചോടി പോയെന്നോ? നീ എന്താ ഗോകുലി പറയുന്നേ? അതേ ഇന്ദ്ര, അവളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്.
അച്ഛനത് അറിഞ്ഞു കാണില്ലായിരിക്കും അല്ലേ? ഇല്ലെന്നാ തോന്നുന്നത്. അപ്പോ അനു അറിഞ്ഞു കാണാൻ വഴിയില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ അവളെ കണ്ടതാ. ഇങ്ങനെ യാതൊരു സംഭവം നടന്നതിന്റെ സൂചനയും ഞാൻ അവളിൽ കണ്ടില്ല. ചിലപ്പോ ദാസാറും രഘുവട്ടനൊക്കെ ഇടപെട്ട് തീർക്കുമെന്ന് കരുതി കാണും. അല്ലേലും അച്ഛനും ചേച്ചിമാരും ഒക്കെ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. എന്തായാലും ഇന്ദ്രനൊന്ന് പോയി അന്വേഷിക്കും. മഞ്ചാടിയെ വിട്ടുകിട്ടാൻ വേണ്ടി അവളുടെ വീട്ടുകാർ പറയുകയാണെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ശരി ഗോകുല്. അല്ല, അനുവിനും എനിക്കിടയിലല്ലേ പ്രശ്നമുള്ളൂ. മഞ്ചാടി എനിക്ക് അനിയത്തിയെ പോലെ. ഞാൻ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗോകുലിനെ വിളിക്കാം. ശരി ഇന്ദ്ര, ഇത് മാത്രമല്ല, എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം. ഓക്കെ, പോട്ടെ. ശരി ശരി. ഇന്നെന്താ പതിവില്ലാതെ കുത്തിയിരുന്ന ഒരു പത്രവായന? ദാ ചായ കുടിക്ക്. ആ, അവിടെ വെച്ചേക്ക്. കല്യാണം കഴിഞ്ഞെന്ന് തെളിവുണ്ടാക്കാൻ അവനും അവളും കൂടി ഞങ്ങൾ വിവാഹിതരായെന്ന രീതിയിൽ വല്ല പരസ്യം കൊടുത്തുണ്ടോ നോക്കിയതാ. പിന്നെ രണ്ടിന്റെ കയ്യിൽ കാശ് കെട്ടിയിരിപ്പുണ്ടല്ലോ പരസ്യം കൊടുക്കാൻ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മാവൻ അമ്പലത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് ആ പേജ് അങ്ങ് മാറ്റി വെക്കാലെന്ന് കരുതിയാ. എടി, നിന്റെ അച്ഛന്റെ മണ്ടത്തരം കേട്ടിരിക്കാതെ നീ പാല് കുടിക്ക്. വാ. അമ്മാവൻ അമ്പലത്തിൽ നിന്ന് വേഗം വരില്ലേ? എത്രയും നേരത്തെ സ്റ്റേഷനിൽ എത്തിയിട്ട് കാര്യമുള്ളൂ. അച്ഛൻ മഞ്ചാടി മോൾക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി വഴിപാട് നടത്താൻ വേണ്ടി പോയതാ. ആ പ്രസാദുമായിട്ട് മോളെ പോയി കാണാൻ. നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്കാം വിളി. ഞാനും കുളിക്കാൻ പോവാ. സരോജിനാൻറ്റി വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ എന്തിനാ രഘുവേട്ട നിങ്ങളുടെ ഒപ്പം വരുന്നേ? അല്ലാതെ തന്നെ അച്ഛന്റെ കഷ്ടപ്പാടും സങ്കടവും ഒക്കെ ഇവിടെ ഇരുന്ന് ആവശ്യത്തിന് കാണുന്നവളാ ഞാൻ. ഇനി അവിടെ നടക്കുന്നത് കൂടി ഞാൻ കാണണോ? ബാക്കി എല്ലാരും അവിടെ കാണുമല്ലോ, അത് മതി. ഇതൂടെ കുടിക്ക്. ആരാ വന്നെന്ന് നോക്കി രഘുവേട്ടാ. കുടിക്ക്. ആരാ? ഞാനാ രഘു. നിങ്ങളെന്താ ഇവിടെ? അതെന്തൊരു ചോദ്യം രഘു, എനിക്കിവിടെ വരാൻ പാടില്ലേ? അനുപമ ഇന്ദ്രനെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടല്ലേ ഉള്ളൂ. അവർ തമ്മിൽ പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അനുപമയും കുഞ്ഞും ഇവിടെയല്ല താമസം നിങ്ങൾക്കറിയില്ലേ? അനുപമയുടെ അച്ഛൻ അനന്തമാഷ് ഇവിടെയാണല്ലോ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാ. അതെ, എന്താ സുശീലന്റെ കാര്യം? അച്ഛനും ഞങ്ങൾക്കും ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം തലവേദനയുണ്ട്. അതിന്റെ കൂടെ നിങ്ങളുടെ ഏഷണിയും ഭീഷണിയും കൂടെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് ദയവേത് അച്ഛൻ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോവാൻ നോക്കും. എന്റെ പൊന്നമ്പിളി, ഞാൻ ഏഷണി പറയാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും വന്നതല്ല. അല്ല, എന്റെ ഒരു ആവശ്യം അനന്തമാഷിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ. അതെ, നിങ്ങൾക്കും കൂടി ഗുണമുള്ള കാര്യമാ. ആ ലച്ചുമോളെ, മോള് പണ്ടത്തെക്കാളും മിടുക്കിയായല്ലോ. മോക്ക് വേണ്ടി മുത്തശ്ശി വാങ്ങിക്കൊണ്ടുവന്ന ചോക്ലേറ്റാ. ഇതൊക്കെ എന്തിനാ ആന്റി? വലിയൂർക്കടയിലെ തർക്കവും ശത്രുതയൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ അമ്പിളി. ഞാനിതെന്റെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചതാ. അല്ല, മോളെ അടുത്ത വർഷം LKG വിടാറായല്ലോ അമ്പിളി. എല്ലാവരും ടൗണിൽ പഠിക്കുമ്പോ നിങ്ങളെ മോളെ കുഗ്രാമത്തിൽ ചേർത്ത് പഠിപ്പിക്കാനാണോ തീരുമാനം? അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്തോളാം. ആന്റി വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്കാം. അല്ല, അന്തമാഷം കൂടി ഉള്ളപ്പോ പറയേണ്ട കാര്യമോ ഇത്? എന്നാലും നിങ്ങളോട് ഞാൻ പറയാം. അനുപമ ഇന്ദ്രനെ ആ ഷോപ്പിൽ നിന്ന് ഇറക്കിവിടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്റെ മോൻ ചോര നീരാക്കി ഉയർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനോ അത് കൈവിട്ടു പോയാ പിന്നെ ഇന്ദ്രനില്ല. ഇതൊന്നും നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആന്റി. ഇന്ദ്രൻ എങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചതേ ഞങ്ങളാരും അല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ? അല്ല,
മുഴുവൻ പറയട്ടെ രഘു. അനുപമയ്ക്ക് ആ ഷോപ്പ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇന്ദ്രന്റെ. ആ ഷോപ്പിന് അനുപമ ചോദിക്കുന്ന പണം ഇന്ദ്രൻ കൊടുത്താലേ അവളുടെ കയ്യിൽ നിന്ന് ഇന്ദ്രൻ അത് വാങ്ങാൻ തയ്യാറാ. ചോദിക്കുന്ന പണമെന്ന് വെച്ച് അവൾ 50 ലക്ഷം ചോദിച്ചാലേ ഇന്ദ്രൻ കൊടുക്കൂ? അമ്പിളി, അല്ല രഘുവേട്ട, അത് അറിയണല്ലോ. അയ്യോ അമ്പിളി, ഞാൻ പറയാം. അന്ന് ആ ഷോപ്പ് എടുക്കാൻ ദാസാറ് കൊടുത്തത് 25 ലക്ഷം രൂപയാ. ഇന്നിപ്പോ അതിന്റെ മൂല്യമൊക്കെ കൂടി. ഇനിയിപ്പൊ അനുപമ 50 ലക്ഷം കൂടിയേ തീരൂന്ന് പറഞ്ഞാ അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാ. രഘുവേട്ട, ഇത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ. അല്ല, സുശീലാന്റി കാര്യമായിട്ട് പറഞ്ഞതാണല്ലോ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾക്കും കൂടി ഗുണമുള്ള കാര്യത്തിനാ ഞാൻ വന്നിരിക്കുന്നതെന്ന്.